ഹായ് ഹലോ, ഞാൻ റംസി. ഞാൻ സീറ തട്ടിക്കുട്ടി പരിപാടീസ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ലീവ് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായി ഒന്ന് കാണണേ. രാവിലെ തന്നെ നീർദോശയും സോയ വരട്ടിയതാണ് കഴിച്ചത്. പിന്നെ മൺകലമൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് അതിലാണ് ഒന്ന് ചോറ് വേവിച്ചെടുത്തത്. ചോറല്ല, അരി വേവിച്ചെടുത്തത്. പിന്നെ ഈ ഒരു പരിപ്പേറിൻ്റെ റെസിപ്പി ഞാനായിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളാരും എന്നോട് കമൻറ്റിലൂടെ ഒന്നും ചോദിക്കാറില്ലല്ലോ. പരിപ്പും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് വേവിച്ചെടുക്കുക. എന്താ ഒരു എന്നല്ലേ, ചിലപ്പോൾ അങ്ങനെയാണ് ഈ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോഴേ തെറ്റിപ്പോവും. പിന്നെ പരിപ്പൊക്കെ വെന്ത ശേഷം അതിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. കഷ്ണങ്ങൾ വെന്ത ശേഷം തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പരിപ്പ് കറിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കിടുമായിട്ടുണ്ടോ. അങ്ങനെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. കറി തിളച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടുകും കറിവേപ്പിലയും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് താളിച്ചൊഴിച്ചത് നമ്മൾ ആ കറി പെട്ടെന്ന് മൂടി വയ്ക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ, ആ മണം ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ സംഭവം ഇവിടെ സെറ്റായി. പിന്നെ നമ്മൾ കൈപ്പക്ക കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല മുരിച്ചൊരു തോരനുണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇളമോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം കൊഞ്ചിക്കൊഴിഞ്ഞ് അവിടെ ഇരുന്നു. അതിനുശേഷമാണ് ഞാൻ ഓർത്തത് എരിയാനൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ നേരെ താഴെ പോയിട്ട് കുറച്ച് കാന്താരി അങ്ങോട്ട് പൊട്ടിച്ചു. കാന്താരി 2 തരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പച്ച ചെറിയ കാന്താരിയും പിന്നെ ഈ വെള്ളക്കാന്താരി ആയിരുന്നു. അങ്ങനെ അതും പൊട്ടിച്ച് മേലെ കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ നാടോടി സ്ത്രീകൾ വന്നു കേട്ടോ. അവർക്ക് വിശക്കണോ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആളിതാ ചോറൊന്നും കഴിച്ചില്ല. ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അത് വാങ്ങി കഴിച്ചു. കുട്ടികളല്ലേ അല്ലേ. അങ്ങനെ നേരെ മേലെ വന്നിട്ട് എൻ്റെ ഇടികല്ലിൽ ഇട്ടിട്ട് അങ്ങോട്ട് കാന്താരി ചതച്ചെടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. സോയയും ഉപ്പേരിയും കാന്താരി എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. പപ്പടത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യക്കൂടെ നിൽക്കുക.